എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിപ്പയർ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പോകുന്നത് റെഡ്മിയുടെ ഒരു 9A പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്. ഡെഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോൺ ഓണാവുന്നില്ല, ചാർജും കയറുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. കംപ്ലയിൻറ്റ് എന്തായാലും ഫോൺ അയച്ച് എന്താ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള നമ്മൾ ബോർഡിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി. ബോർഡിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഷോർട്ടൊന്നുമില്ല. ബോർഡിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് കംപ്ലയിൻറ്റ്. നമ്മൾ ചാർജ് ഇല്ലാതെ ഫോൺ ഓഫായി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചാർജിങ് പോർട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫോണിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോൾഡറിങ് അയൺ വന്നിട്ട് മെക്കാനിക് എന്ന ബ്രാൻഡിൻ്റെ T12 Pro എന്നൊരു മോഡൽ സോൾഡറിങ് സ്റ്റേഷനാണ്. ഇതിലിപ്പോൾ ഞാൻ ഹീറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ 420 ഡിഗ്രി ഹീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അവിടെയുള്ളൊരു UV ഗ്ലൂ ആണ് ഇപ്പോൾ റിമൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ചാർജിങ് കണ്ടർ റിമൂവ് ചെയ്യുന്നത് വന്നിട്ട് ഹീറ്റ് ഹോട്ട് എയർ ഗൺ യൂസ് ചെയ്തിട്ടില്ല. സോൾഡറിങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചാർജിങ് പിന്നെ റിമൂവ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഫ്ലെക്സ് തേച്ചതിന് ശേഷം ലോ മെൽറ്റ് സോൾഡർ യൂസ് ചെയ്തിട്ട് ഫുള്ള് ചാർജിങ് കണ്ടർ ഫുള്ളായിട്ട് സോൾഡർ ചെയ്യുക. എന്നിട്ട് ഈ ഹോട്ട് എയർ ഗൺ ഈ സോൾഡറിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ ഈ പിന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോണിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചാർജിങ് കണക്ടർ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ മാറ്റിയ ചാർജിങ് കണക്ടർ എൻ്റെ കൂടെ ഒരു പഴയ സ്റ്റോക്കാണ്. ഇതാണ് കറക്റ്റായിട്ട് സൂട്ടായത്. അപ്പോൾ എന്തായാലും പിന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ യാതൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചാർജിങ് കണക്ടർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫോൺ ഓൺ ആയിട്ടില്ല. പക്ഷേ DC പവർ സപ്ലൈയിൽ ചെറുതായിട്ട് ആംബിയർ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെച്ച് നോക്കാം. ബാറ്ററി ഫുൾ ഡ്രൈ ആയി പോയിരിക്കുകയാണ്. കുറച്ച് നേരം വെച്ച് നോക്കാം. നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ബാറ്ററി ഇപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഫുള്ളായിട്ട് ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റിപ്പയർ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.